ബോട്ടിൽ കപ്പൽ വന്നിടിച്ചത് അപ്രതീക്ഷിതമായിരുന്നുവെന്ന് രക്ഷപ്പെട്ട തൊഴിലാളികൾ പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് രണ്ടായി പിളർന്ന് കടലിൽ താഴ്ന്നെന്നും തൊഴിലാളികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പൊന്നാനിയിലെ മത്സ്യബന്ധന ബോട്ടായ ഇസ്ലാഹിന് ചരക്ക് കപ്പലിടിച്ചാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. കപ്പലിൽ 6 മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നത് പൊന്നാനി മേഖലയിലെ. അതിൽ 2 മത്സ്യത്തൊഴിലാളികൾ ദൗർഭാഗ്യവശാൽ മരിച്ചു. ബാക്കി 4 പേരെ കപ്പൽ ജീവനക്കാരാണ് രക്ഷപ്പെടുത്തിയത്. അവരെ നിലവിൽ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മീൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മീൻ വേറെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 10 അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൊട്ടയിൽ വേറാക്കുന്ന ടൈമിൽ പെട്ടെന്ന് വെച്ചിട്ടാണ് സൗണ്ട് കേൾക്കുന്നത്. കാരണം ഞങ്ങൾ ഇപ്പോൾ ആ ഭാഗത്ത് കൂടെ കപ്പൽ പോകും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഇടിൻ്റെ ആഘാതത്തിലാണ് പിന്നെ കപ്പലാണെന്നുള്ളത് മനസ്സിലാവുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഡ്രൈവറിന് ഇറങ്ങാനുള്ളൊരു സംവിധാനം ഉണ്ടായിട്ടില്ല. കാരണം അപ്പോഴേക്ക് ഇടി കഴിഞ്ഞ് ബോട്ട് 2 ഭാഗത്തായി ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയത്. അപ്പോൾ ഈ ബാക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഇഞ്ചേൻ്റെ ഭാഗം താഴേക്ക് പോയി, ഫ്രണ്ട് ഭാഗം പൊന്തി കിടന്നു. അപ്പോൾ കിടന്നു. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ 3 പേര് ഇതിൻ്റെ അകത്താണായിരുന്നു. പക്ഷേ എങ്ങനെയോ ഭാഗ്യത്തിന് ഞങ്ങൾ നീന്തി വന്നു. അപ്പോൾ ഒരാളെ കാണുന്നില്ല. ഇവനെ ഫസ്റ്റ് കണ്ടു, പിന്നെ മജീദിൻ്റെ സൗണ്ട് കേട്ടു, പിന്നെ ഞാൻ മൻസൂറിൻ്റെ ലാസ്റ്റാണ് കിട്ടുന്നത്. മൻസൂർ എന്ന് പറഞ്ഞത് നീന്തിയിട്ട് എനിക്ക് അവശനായപ്പോൾ ഞങ്ങളെ വിളിച്ച്, എടാ എനിക്ക് നീന്താൻ പറ്റുന്നില്ല. ഞങ്ങൾ അതിനെക്കാട്ടും വലിയ ടൈഡിലാണ്. പക്ഷേ ഇവനെക്കൊള്ള പോവാനും ഞങ്ങൾക്ക് പറ്റില്ല. കാരണം അവശനായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ തുമ്പ് പിടിച്ച് നിൽക്കുകയാണ്. കാരണം പിടിവിട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ മരണം അവിടുന്ന് സംഭവിക്കും, ഞങ്ങൾ 3 പേരും. അപ്പോൾ മൻസൂറെ നീ എങ്ങനെയെങ്കിലും നീന്തി പാടാ. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അവനൊരു പലക ഉണ്ടായിരുന്നു. പലകെല്ലാം വെച്ച് ഞങ്ങൾ കൈ പിടിച്ച് വലിച്ച് കയറ്റി ഈ ടെർമക്കോളിൻ്റെ, അതായത് ഫൈബർ ചെയ്ത ഭാഗമുണ്ടല്ലോ, സ്റ്റോറിൻ്റെ ഇത് പൊന്തി ഇങ്ങനെ നിന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് കയറിയിരുന്നു. 200 മീറ്റർ അകലുണ്ടാവും. കപ്പൽ സ്ലോ ആക്കി. കാരണം അവർക്കൊരു വെട്ടം മാത്രമേ കണ്ടു. ഇടിച്ചത് അവർക്ക് സൗണ്ട് കേട്ടിട്ടില്ല. ഇടിച്ച സൗണ്ട് അവർക്ക് ബോട്ടിനേക്കാൾ 2 ഇരട്ടി ഉയരത്തിലാണ് കപ്പൽ. നല്ലൊരു അതിൽ കൂടുതലുണ്ട്. ഭയങ്കര നീളമുണ്ട് ഈ സാധനം. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വിവരിക്കുകയായിരുന്നു ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ. ഏറെ ദാരുണമായ അപകടം എന്ന് തന്നെ പറയേണ്ടി വരും.